ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പെയ്ത് ചോർന്നിട്ടുണ്ട്. രാത്രി മുതൽ രാവിലെ വരെ നല്ല പോലെ മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജനലൊക്കെ തുറന്നിട്ടപ്പം ഇതാണ് കേട്ടോ അവസ്ഥ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തലേന്ന് രാത്രി ഞാൻ കിച്ചണ് ഇതേപോലെ വൃത്തിയാക്കിയിട്ട് പോയിട്ട് കിടന്നതാണ് കേട്ടോ. പിറ്റേന്ന് എനിക്ക് വരുമ്പം ഈ ഒരു നീറ്റ്നെസ്സിൽ കിട്ടുമ്പം എനിക്ക് എന്താ അറിയില്ല, കുക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ മോട്ടറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് അടുക്കള വൃത്തിയാക്കുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണേ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പത്തിരിയാണ്. അപ്പോൾ പത്തിരിൻ്റെ മാവൊക്കെ നല്ല പോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പരന്നൊരു പാത്രത്തിലേക്ക് ഒരു തട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പത്തിരിക്ക് പരത്തലും ചുടലൊക്കെ ഒരുമിച്ചാണ്. പിന്നെ തലേന്ന് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നേ, അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിൽ കൂടെ തന്നെ കുറച്ച് തേങ്ങ അരച്ചിങ്ങാണ്ടും പാരുന്നുണ്ട് കേട്ടോ. പിന്നെ പത്തിരി നല്ല പോലെ കുഴച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല പോലെ തന്നെ പൊള്ളി വരുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നേ പത്തിരിയും ചിക്കൻ കറി തേങ്ങ അരച്ചതുകൊണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ പത്തിരി ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിക്കന് അല്ലെങ്കിൽ ബീഫ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അടുക്കളയും വീടും എല്ലാം നമ്മൾ നല്ല നീറ്റാക്കിയിട്ടും വൃത്തിയായിട്ടും വെക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഒരു ഊർജ്ജവും അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സും എല്ലാം നമുക്ക് ഈ ഒരു വീട് വൃത്തിയാക്കലിലൂടെയും അതുപോലെ കിച്ചണ് നല്ല നീറ്റായിട്ട് വെക്കുന്നതിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ഒരു വീട് വൃത്തിയാക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നത് അടുക്കള വൃത്തിയാക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ നോക്കുക. രാത്രി സമയങ്ങളിൽ നമ്മുടെ കിച്ചണിലെ സിങ്കിൽ പാത്രങ്ങളില്ലാതിരിക്കുക. അതേപോലെ തന്നെ അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും കുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു നീറ്റ്നെസ്സിലോട് കൂടിയിട്ട് തന്നെ അപ്പം നമ്മൾ കൗണ്ടർ ടോപ്പുകളൊക്കെ തുടച്ചിങ്ങാണ്ട് നീറ്റാക്കിയിട്ട് വെക്കുക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യാറുണ്ടാവും, പക്ഷേ ചെയ്യാൻ മടിയുള്ളവരുണ്ടാവും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കിച്ചണ് എത്രത്തോളം നീറ്റാക്കിയിട്ടും സമയം നമുക്ക് കൂടുതൽ എടുക്കാതിരിക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുമുള്ള ഒരു ചില ടിപ്സാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതായിരിക്കും. അതൊക്കെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ജോലികൾ തീർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടിപ്പാണ് കേട്ടോ. കൗണ്ടർ ടോപ്പ് എപ്പോഴും നമുക്ക് കാണുമ്പം നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടണം. ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കൗണ്ടർ ടോപ്പിൽ നിരത്തി വെക്കാതെ അല്ലെങ്കിൽ കുന്നുകൂട്ടി വെക്കാതെ നമ്മൾ ആ കൗണ്ടർ ടോപ്പ് നല്ല നീറ്റാക്കിയിട്ട് വെക്കുക. ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ കൗണ്ടർ ടോപ്പും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പ് ഇതൊക്കെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് ചില ലായനികളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണ് നമ്മൾ നീറ്റാക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുമല്ലോ. ആ ഒരു സമയത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ ഡിഷ് വാഷ്, ഈ ഒരു 3 സാധനത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ കൗണ്ടർ ടോപ്പും എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് തോന്നും ചെയ്യും. കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റാവും. പിന്നെ അതുപോലെ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വേറൊന്ന് നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഉണ്ടല്ലോ, അത് രാത്രി നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് ഒഴിവാക്കി വെക്കാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കിച്ചണിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു അടിപൊളി മോരുകറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക്, ഉലുവ, പെരിഞ്ചീരകം ഇത് 3ഉം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്ന സമയം കൊണ്ട് കുറച്ച് വറ്റൽമുളക്, എൻ്റെ കയ്യിൽ 2 വറ്റൽമുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, അതും ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളിയും പച്ചമുളക്, കറിവേപ്പില, പച്ചമുളകൊന്ന് ചീന്തിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മോരിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നല്ല കട്ട മോരാണ് കേട്ടോ തൈരാണ് എടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഞാൻ എടുത്ത പാത്രങ്ങൾ അപ്പോൾ ഇതാ ആ ഒരു സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതേപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ഞാൻ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊന്ന് വെന്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ തീയൊക്കെ നല്ലപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ നേരത്തെ നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ള ആ തൈരുണ്ടല്ലോ മിക്സ് ചെയ്ത് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോര് കറിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ഒക്കെ നോക്കുന്നത്. പിന്നെ വേഗം തീ ഓഫാക്കാം കേട്ടോ. എന്നിട്ട് നല്ല റെഡിയിൽ തന്നെ നമുക്ക് മോര് കാച്ചിയത് റെഡി ആവും കേട്ടോ. ഇനി ഇത് ചോറിൻ്റെ കൂടെ ബീഫൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനൊരു വെണ്ടക്കൻ്റെ ഉപ്പേരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടക്ക നമ്മൾ കുറച്ച് മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് വെണ്ടയ്ക്കും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടിച്ച് വെച്ചിട്ട് അത് അവിടുന്ന് കുക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഇത് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളെ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഊറ്റുന്ന പാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം നല്ല പോലെ തന്നെ ചോർന്ന് പോയിക്കോളും. പിന്നെ എന്നാൽ ഞാൻ കിച്ചണും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കിച്ചണും കൂടി ഒന്ന് തുടച്ചെടുത്താൽ തന്നെ നമ്മുടെ കിച്ചണിൽ നീറ്റായിട്ട് നിൽക്കും കേട്ടോ. ഉച്ചയ്ക്കുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ്, ഇറച്ചി വരട്ടിയത്, മോര് കറി, പിന്നെ അതിലേക്ക് വെണ്ടക്കൻ്റെ ഉപ്പേരിയും കൂടിയാണ് കേട്ടോ. പപ്പടം കൂടി ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്ര മാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയല്ല ഞാൻ അടുക്കള മുഴുവനായിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുറ്റം ഒന്ന് അടിച്ചാരെടുക്കണം. പിന്നെ നമുക്ക് സിറ്റ് ഔട്ട് പൂച്ച കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. രാവിലെ ഒരു പ്രാവശ്യം തുടച്ചതാണ്. എന്നാലും പൂച്ച ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിറ്റ് ഔട്ട് കയറിയിട്ട് ചളിയാക്കിയതുകൊണ്ട് നമുക്ക് അവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. എൻ്റെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുറ്റം രാവിലെ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഇത് ഉച്ചയായപ്പോഴേക്കും മഴയൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വേഗം വന്നിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചാരിയെടുത്ത്. ഇപ്പം പിന്നെ മുറ്റടിക്കാരല്ലേ കഴിയില്ല കേട്ടോ. രാവിലെ മഴയാണെങ്കിൽ പിന്നെ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷനില്ലേ. അങ്ങനെ ഞാൻ സിറ്റൗട്ട് വന്നിട്ട് ഒന്നും കൂടി തുടച്ചെടുത്തു കേട്ടോ. ഈ തുടക്കൽ തന്നെയാണ് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പണി കേട്ടോ. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഉച്ചയ്ക്കുള്ള ലഞ്ചും കഴിക്കാൻ നിന്ന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ മോര് കറി ഉണ്ട്, അതുപോലെ പിന്നെ ബീഫ് വരട്ടിയതും പിന്നെ വെണ്ടക്കൻ്റെ ഉപ്പേരി കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചിട്ട് നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ്. ചേവായൂർ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ എൻ്റെ മോക്ക് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ചില വാക്കുകൾ അവർക്ക് പറയാൻ കുറച്ച് പ്രയാസമാണെന്ന് തോന്നി. ഇപ്പോൾ 3 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കാണിച്ചു നോക്കാം. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാണിച്ചാൽ അവർ പറയല്ലോ എന്നുള്ളത്. പക്ഷെ പോയി നോക്കിയപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സമാധാനമായി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുമ്പോൾ ചെറുപ്പേരിന് ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് നമ്മൾ നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ പോക്കറ്റ് പിന്നെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടല്ലോ അതും വാങ്ങി. പിന്നെ 2-3 സ്നാക്സ് കൂടി വാങ്ങിയിട്ടോ. പേര് കറക്റ്റ് അറിയില്ല, അവരെന്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഇഷ്യൂ പോരാത്തതുകൊണ്ട് തന്നെ ഇഷ്യൂക്ക് പാഴ്സലായിട്ട് പുഴയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരിക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണും. ബൈ, അസ്സലാമു അലൈക്കും.